ദിയ കൃഷ്ണ മാമിന്റെ വെഡിങ് ലുക്ക് ആണ് നമ്മൾ ഇന്ന് സെലിബ്രിറ്റി സ്റ്റൈലിംഗ് സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെഡിങ് ലുക്കാണ്. ഈവൻ രാധിക മർച്ചന്റിന്റെ വെഡിങ് ലുക്കിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമായി. ഇറ്റ്സ് സോ സിമ്പിൾ, എലഗന്റ് ആൻഡ് പെർഫെക്റ്റ്. എന്റെ ലുക്കിൽ എനിക്ക് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ സാരി ബോർഡർ അധികം വർക്കും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ വളരെ സ്ലിം ആയിട്ട് സ്ലീക്ക് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പിങ്ക് നാരോ ലൈൻ കൊടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നമ്മൾ അങ്ങനത്തെ സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള സാരി ബോർഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൻ്റെ ലുക്കിൽ ഭയങ്കര ടോൾ ആയിട്ടും അതേപോലെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഫോട്ടോഗ്രാഫ്സിലൊക്കെ നല്ല ടോൾ ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും നമ്മൾ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള സാരി ബോർഡേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ. ദിയ മാമിന്റെ ലുക്ക് ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും എല്ലാം സോ ഹെവൻലി ആയിരുന്നു. ഈ നമ്മൾ കളർ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം പിങ്കിന്റെ കോംപ്ലിമെന്ററി കളറായ ഗ്രീനിന്റെ യൂസും ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻറ്റയർലി ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അതിനൊരു ഐഡന്റിറ്റി ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കോംപ്ലിമെന്ററി കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറഞ്ഞാൽ കളർ ചാർട്ടിൽ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ് ആണ് കേട്ടോ. കോംപ്ലിമെന്ററി കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് എൻറ്റയർലി നമ്മുടെ ലുക്കിന് ഒരു ഐഡന്റിറ്റി കിട്ടുക. നമ്മൾ അനലോഗസ് കളേഴ്സ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ലുക്ക് ചെയ്താലും കിട്ടാത്ത ഒരു പ്രത്യേക ഐഡന്റിറ്റി ആയിരിക്കും നമ്മൾ എപ്പോഴും കോംപ്ലിമെന്ററി കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എസ്പെഷ്യലി ഇന്ത്യൻ ലുക്സിന് കോംപ്ലിമെന്ററി കളേഴ്സ് ആർ ദ ബെസ്റ്റ് ചോയ്സ്. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് യുവർ സ്റ്റൈൽ സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പുതിയൊരു വീഡിയോ കാണാം. ബൈ.